എൻ്റെ പേര് ബിജു വർഗീസ്. ഞാനിവിടെ കാഞ്ചാറിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഒരു ഏലം കർഷകനുമാണ്. ഏലം കർഷകൻ എന്ന് ഞാൻ ഇവിടെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഏലം കർഷകരുടെ ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന, അതായത് കഴിഞ്ഞ ഒരു 1-2 വർഷ കാലയളവായിട്ട് ഏലം കർഷകർ നേരിടുന്ന പ്രതിസന്ധികളാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതിരൂക്ഷമായ വേനലിലെ കൊടും ചൂടിനെ അതിജീവിച്ചത് ഏതാണ്ടൊരു 40% ഏലം മാത്രമേ ഈ കൊടും ചൂടിനെ ഇത്തവണത്തെ ഈ വർഷം 2024 ഈ വേനൽ കാലയളവിനെ അതിജീവിച്ച് മുന്നോട്ട് വരാണ്ട് ഒരു 40% ഏലം കൃഷിക്ക് മാത്രമേ സാധിച്ചുള്ളൂ. 60%-ഓളം നഷ്ടപ്പെട്ടു പോയ ഒരു കടുത്ത വേനലായിരുന്നു. ഈ വേനലിനെ അതിജീവിച്ച് കടന്നു വന്ന ഏതാണ്ട് ഒരു 40% ഏലക്കൃഷിയുണ്ട്. ഈ 40% ഏലക്കൃഷിയിൽ പോലും ഇപ്പോൾ ഈ അതിഭീകരമായ ഈ മഴയുടെ വരവിൽ ഈ 40% അവശേഷിച്ച് ഏലം കർഷകർ വളരെയേറെ കഷ്ടപ്പെട്ട് സംരക്ഷിച്ച് കൊണ്ടുവന്ന 40%-ഓളം ഏലം ഇപ്പോഴീ മഴയുടെ വരവോടുകൂടി അതിഭീകരമായ മഴവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ മഴയുടെ വരവിൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഈ ഏലം ചീച്ചിൽ ബാധിച്ച് അല്ലെങ്കിൽ കാറ്റിൽ ഒടിഞ്ഞ് ഈ അവശേഷിച്ച 40% ഏലവും കൂടെ നശിച്ച് തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഏലം കൃഷിയെ ആശ്രയിച്ച് കാലാകാലങ്ങളായി ഹൈറേഞ്ചിൻ്റെ വിവിധ മേഖലകളിൽ ചെറുകിട കർഷകർ, അതായത് 1 ഏക്കർ, അര ഏക്കർ അല്ലെങ്കിൽ 1.5 ഏക്കർ മുതൽ വൻകിട തോട്ടങ്ങളിൽ വരെയും ഇപ്പോൾ ഏലക്കൃഷി നാമാവശേഷമായി പോകുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടുവരുന്നത്. ഈ കാലയളവിൽ ഏലക്കൃഷിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്നവർ, അതായത് എന്നെപ്പോലെയുള്ള ആളുകൾ, ഞാനൊക്കെ പാട്ടത്തിന് വസ്തു എടുത്ത് കൃഷി ചെയ്യുകയാണ്. അതായത് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടമായും വായ്പയായും മിതമായതും അമിതമായതുമായ പലിശയ്ക്ക് വായ്പകൾ എടുത്ത് ഏലക്കൃഷി ഇങ്ങനെ ചെയ്ത് അത് ഏതാണ്ട് ഉൽപ്പാദനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിവരുന്ന സമയത്താണ് ഇങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയും അതുപോലെ തന്നെ വെയിലിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ അത് മഴയെ വീണ്ടും അതിജീവിക്കാൻ സാധിക്കാതെ വന്ന ഏലച്ചെടി കൃഷി പാടയെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ഏലം കൃഷി ആശ്രയിച്ച് വന്ന ആളുകൾ, ഏലം കർഷകരായിട്ടുള്ള ആളുകൾ വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഈ 2024 കാലഘട്ടത്തിൽ പോലും ഏലം കർഷകരെ അവരുടെ കൃഷിക്ക് ആനുപാതികമായി, അവരുടെ മുടക്കുമുതലിന് ആനുപാതികമായി, അവരുടെ നഷ്ടപ്പെട്ടു പോയ കൃഷിക്ക് ആനുപാതികമായി ഒരു നഷ്ടപരിഹാരം കൊടുത്ത് കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ കൃഷി വകുപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ, കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളോ ഭരണ സംവിധാനങ്ങളോ ഒരിക്കലും സന്നദ്ധരാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കൃഷി ചെയ്യുന്ന കർഷകരായിട്ടുള്ള ആളുകൾ, തമിഴ്നാട്ടിൽ കർഷകന് എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അതാത് സർക്കാരുകൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ കർഷകർ എന്നും സർക്കാർ ജീവനക്കാരേക്കാൾ മേൽനിരയിൽ ജീവിക്കുന്നവരാണ്. അവിടുത്തെ കർഷകർക്ക് പ്രഥമ പരിഗണന കൊടുക്കുകയാണ്. കർഷകനെ ഇല്ലായ്മ ചെയ്യുക എന്ന ചിന്താഗതിയോടുള്ള സർക്കാരിൻ്റെ ആ മനോഭാവം, കൃഷി വകുപ്പിൻ്റെ ആ മനോഭാവം തന്നെ ഇപ്പോൾ പ്രകൃതിയും ഏറ്റെടുത്തപ്പോൾ കർഷകർ പരാജയപ്പെട്ടു പോകും. ഞാനടക്കമുള്ള കർഷകർ, ഏല കർഷകർ പരാജയപ്പെട്ടു പോവുകയാണ്, കപ്പ കർഷകർ പരാജയപ്പെട്ടു പോവുകയാണ്, കുരുമുളക് കർഷകർ പരാജയപ്പെട്ടു പോവുകയാണ്, മറ്റ് ഇതര കൃഷികൾ ചെയ്യുന്ന അല്ലാണ്ട് വിളകൾ കൃഷി ചെയ്യുന്ന ആളുകൾ അമ്പയെ പരാജയപ്പെട്ടു പോവുകയാണ്. കാരണം ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണും ഒടിഞ്ഞു വീണ ഏലച്ചെടികൾ. അതായത് ഇത്രയും ശക്തമായ വേനലിനെ പ്രതിരോധിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തി വെള്ളമില്ലാത്തടത്ത് വെള്ളമുണ്ടാക്കി വില കൊടുത്തു പോലും വെള്ളം വാങ്ങി ഒഴിച്ച് സംരക്ഷിച്ച് കൊണ്ടുവന്ന ഏലച്ചെടികൾ ഈ കാലയളവിൽ 40% അവശേഷിച്ച് ഏലച്ചെടികളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന കർഷകൻ ഇപ്പോൾ ആ പ്രതീക്ഷയും അസ്ഥാനത്തായിരിക്കുകയാണ്. കാരണം കാറ്റ് വീണു, ഏലച്ചെടികൾ ഒടിഞ്ഞു മറിഞ്ഞു. അതുപോലെ വിളവെടുപ്പിൻ്റെ സമയമാണ്. ഇപ്പോൾ കാലാനുസൃതമായിട്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ 2024 മുമ്പുള്ള കാലയളവിൽ ഏലം കൃഷി ചെയ്ത കാലാകാലങ്ങളായിട്ട് ഹൈറേഞ്ചിൻ്റെ വിവിധ മേഖലകളിൽ ഏലം കൃഷി ചെയ്ത ആളുകൾക്കറിയാം, ഏലം വിളവെടുപ്പ് നടക്കേണ്ട സമയം അതിക്രമിച്ചു. ഏലക്കായ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇത് ജൂലൈ മാസമാണ്. ജൂൺ മാസം ആദ്യം മുതലേ ഏലക്ക വിളവെടുപ്പ് ആരംഭിക്കേണ്ടതാണ്. ശരിയായ രീതിയിലുള്ള ഉൽപ്പാദനവും ശരിയായ രീതിയിലുള്ള കൃഷി രീതികളും കാലാവസ്ഥയും അനുയോജ്യമാണെങ്കിൽ ജൂൺ മാസം മുതൽ നല്ല രീതിയിൽ വിളവെടുപ്പ് ആരംഭിക്കേണ്ട ഏലക്കൃഷി ഇതിപ്പോൾ ജൂലൈ മാസം പര്യവസാനിക്കുന്ന ഈ സമയത്ത് പോലും വിളവെടുപ്പ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനലിൽ ചെടി നശിച്ചു പോയി ഒന്ന്. രണ്ടാമതായി മഴയുടെ വരവോടുകൂടി ഏലച്ചെടികൾ പുഷ്ടിപ്പെട്ടു, പൂവിട്ടു, കായ് ഫലത്തിലേക്ക് വരുന്ന ആ സമയത്ത് അതിഭീകരമായ മഴയും പേമാരിയും ഉണ്ടായതുകൊണ്ട് ഈ പറയപ്പെടുന്ന പൂ ഒന്നും ചെടിയിൽ പിടിച്ച് കായായി മാറിയില്ല. പരാഗണം നടത്താൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല, പരാഗണം നടന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഏലച്ചെടികളിൽ കായ് ഫലം ഉണ്ടായില്ല, വൻപിച്ച കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കായൽ ഇതിപ്പോഴും ഈ ജൂലൈ മാസം അവസാനിക്കുന്ന സമയത്തും ഉൽപ്പാദനം, അതായത് കായ എടുക്കാനുള്ളൊരു സാഹചര്യം ചെടികളിലായി വന്നിട്ടില്ല. അത് കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാലാവസ്ഥ പ്രതികൂലമാണ്. ഏലകൃഷി ഒരു പക്ഷേ ഇനി മുന്നോട്ട് പോയാൽ, ഇതേ അവസ്ഥ തുടർന്ന് പോയാൽ മുന്നോട്ടൊരു 2 വർഷത്തിനുള്ളിൽ ഹൈറേഞ്ചിലെ
ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഏലച്ചെടികൾക്ക്, അല്പപ്രാണിയാണ് ഏലച്ചെടി എന്ന് പറയുന്നത്, അല്പപ്രാണിയായ ഏലച്ചെടികൾക്ക് ഈ ഒരു കാലാവസ്ഥയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏലകൃഷി ഹൈറേഞ്ചിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ളതാണ് ഒരു ഏലം കർഷകൻ എന്നുള്ള എൻ്റെ അനുഭവ പരിചയം വെച്ച് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഈ ഒരു കാലാവസ്ഥ തരണം ചെയ്ത് വേനലും അതുപോലെ തന്നെ അതിശൈത്യവും അതുപോലെ തന്നെ മഴയും, കഠിനമായ മഴ, ഇതിനെ മൂന്നിനെയും തരണം ചെയ്ത് പോകുവാൻ ഈ അല്പപ്രാണിയായ സസ്യത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. ഏലച്ചെടി, ഏലകൃഷി സർക്കാർ മുന്നിട്ടിറങ്ങി വന്ന് ഇതിനെ പ്രതിരോധിക്കാനും കർഷകർക്ക് കൈത്താങ്ങായി സർക്കാർ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് കർഷകർക്കൊപ്പം നിന്നില്ലെങ്കിൽ വിദൂരമല്ലാത്ത കാലയളവിൽ ഏലം കൃഷി എന്നല്ല, ഹൈറേഞ്ചിൻ്റെ വിവിധ മേഖലകളിലെ കൃഷിയെ ഉപജീവനമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന കർഷകർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കൃഷി തന്നെ പാടെ ഉപേക്ഷിച്ച് കടക്കെണിയിലായി മരണമടഞ്ഞ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഏലം കർഷകർക്ക് വേണ്ടിയും മറ്റിതര കൃഷികൾ ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയും എനിക്ക് പറയുവാനുള്ളത്.